വെൽക്കം ടു മൈ ചാനൽ. ഞാനേ നമ്മുടെ ദിയ കൃഷ്ണയുടെ ഡെലിവറി വീഡിയോയും പിന്നെ അതിനെ തുടർന്നുള്ള കോൺട്രവേഴ്സികളും ഇതൊക്കെ കേട്ടപ്പോൾ അന്ന് മുതൽ വിചാരിക്കുന്നത് എല്ലാവർക്കും ഉണ്ടാവല്ലോ ഒരു ഡെലിവറി സ്റ്റോറിയും പറയാൻ കുറേ കഥകളും ഒക്കെ. അപ്പോൾ എനിക്കതിന് വലിയ കഥയൊന്നുമില്ല, എന്നാലും ഞാൻ അന്നത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയായിരുന്നു കേട്ടോ. ശരിക്കും ഈ ദിയ കൃഷ്ണയുടെ പാരൻസും അമ്മയും അനിയത്തിമാരും ഹസ്ബൻഡും ഒക്കെ നിന്നത് ആ ഡെലിവറി റൂമിൽ നിന്ന് ഭയങ്കര നല്ല കാര്യം. എനിക്ക് കണ്ടിട്ട് സമാധാനമായി, കുട്ടിക്ക് അവരുടെ ആൾക്കാർ അടുത്തുണ്ടല്ലോ എന്നുള്ളത്. നമുക്ക് ഭയങ്കരമായ ടെൻഷനാണ് കേട്ടോ ഈ ഡെലിവറിക്കൊക്കെ നമ്മളകത്ത് കയറുമ്പോൾ. അപ്പം നമ്മുടെ ആൾക്കാർ കൂടെ ഉള്ളത് ഹസ്ബൻഡായാലും മതി, ഭയങ്കര സമാധാനം അത്. ആ കുട്ടിയുടെ ഭാഗ്യം അത് അങ്ങനെ ചെയ്യാൻ പറ്റിയത്. പിന്നെ ആ ഹോസ്പിറ്റലിൻ്റെ പ്രത്യേകത ഇത്രയും പേരെയൊക്കെ അവർ അനുവദിച്ചത്, അവരെന്തായാലും സേഫ്റ്റി മെഷേഴ്സൊക്കെ നോക്കിയിട്ടായിരിക്കുമല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. അതിനകത്തൊന്നും ഒന്നും പറയാനില്ല, എനിക്കിഷ്ടമായത്. അപ്പം ഞാൻ ആലോചിച്ചത് എൻ്റെയൊക്കെ പ്രഗ്നൻസി സമയവും ഡെലിവറി സമയമൊക്കെ ആലോചിക്കുകയാണ്. അപ്പം ഞാൻ പ്രഗ്നൻ്റ് ആയ 2001 എൻ്റെ ഡെലിവറി നടക്കുന്നത്. അപ്പം പ്രഗ്നൻ്റ് ആയ സമയത്ത് അന്ന് ആയി കുറച്ച് ഒരു മാസത്ത് കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ബെഡ് റെസ്റ്റിലാണ്. കാര്യം പ്ലാസൻ്റ പ്രിവിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ, എപ്പോഴും കിടപ്പും റെസ്റ്റും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മാസത്തിൽ ഒരു ദിവസം ഡോക്ടറിനെ കാണാനും സ്കാൻ ചെയ്യാനും പോകണം. അതാണ് എൻ്റെ ആശ്വാസം. അപ്പോഴാണ് ഞാൻ പുറം ലോകം ഒന്ന് കാണുന്നത്. അത് കഴിയുക അതേപോലെ വന്ന് വീണ്ടും കിടക്കുക. അപ്പോൾ ഈ പ്ലാസൻ്റ പ്രിവിയ എന്ന് പറഞ്ഞ കണ്ടീഷനിൽ എന്തൊക്കെയോ ഒരു ഇതുണ്ട്. അത് ചിലപ്പോൾ ഡെലിവറി സമയം അടുക്കുമ്പം നോർമൽ ആവും. പക്ഷെ എൻ്റേത് ആദ്യം വന്ന പോലെ തന്നെ അവസാനം വരെ ഏതാണ്ട് ആ മെഷർമെൻറ്റ് ഒരുപോലെ ആയിരുന്ന കാരണം ഡെലിവറി നടക്കില്ല, നടന്നുകൂടാ. അതിന് മുമ്പ് സിസേറിയൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ 2 ആഴ്ച മുമ്പ്, ഡ്യൂ ഡേറ്റിന് 2 ആഴ്ച മുമ്പ് തന്നെ നമ്മൾ, കാരണം പെയിൻ വരുന്നതിന് മുമ്പേ ചെയ്യാൻ വേണം നമ്മൾ അഡ്മിറ്റ് ആവുന്നതുമൊക്കെ. ഇതിനിടയ്ക്ക് ഞാൻ ഹോസ്പിറ്റൽ ഇടയ്ക്ക് ഒന്ന് അഡ്മിറ്റ് ആയ സമയത്ത് ബ്ലീഡിങ് ഉണ്ടായി. അപ്പോൾ ഞാൻ അവിടെ അഡ്മിറ്റ് 5 മാസം തോന്നുന്നു എപ്പോഴും ഉണ്ടായപ്പോൾ ഞാൻ അവിടെ ഇടയ്ക്ക് അഡ്മിറ്റ് ആയ സമയത്ത് എനിക്ക് പരിചയമുള്ളൊരു കുട്ടിയുടെ കസിൻ ഡെലിവറിക്ക് വന്ന്, എൻ്റെ കൂടെ പഠിച്ചൊരു കുട്ടിയുടെ കസിൻ അതിൻ്റെ ഡെലിവറിക്ക് വന്നതാണ്. ഈ കുട്ടി ഞാനൊക്കെ ഒരേ പ്രായമുള്ളൂ, 10-21 വയസ്സേ ഉള്ളൂ ഞങ്ങൾക്ക് രണ്ടുപേർക്കും. അപ്പോൾ ഈ കുട്ടിക്ക് പക്ഷേ ഡെലിവറി ഡേറ്റ് ആണ്, അല്ല ടൈമായി. അപ്പം ലേബർ റൂമിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് റെഡി നിൽക്കുക. ഈ കുട്ടി ഭയങ്കര കുഞ്ഞു പിള്ളേരോട്ട് കരയുക. കാര്യം അമ്മ അമ്മ വേണ്ട, കയറത്തില്ല, എല്ലാവരും തള്ളിക്കൊണ്ട് പോവുക ലേബർ റൂമിലോട്ട്. ഇതൊരു കാരണവശാൽ കയറത്തില്ല. കൊച്ചു പിള്ളേർ, കൊച്ചു കുട്ടികൾ എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ആലോചിക്കുമ്പോൾ 21 വയസ്സൊക്കെ കൊച്ചു കുട്ടികൾ തന്നെയാണ്. പക്ഷേ പണ്ടൊക്കെ നേരത്തെ കല്യാണം കഴിപ്പിക്കുമല്ലോ. അപ്പം അങ്ങനെ ഈ കുട്ടി ഒരു കാരണവശാൽ അകത്തോട്ട് കയറത്തില്ല. നിലവിളിയും ബഹളവും. അപ്പോൾ സിസ്റ്റേഴ്സിന് ദേഷ്യം വരും. ടൈം ആവുന്നു, ഇതിന് പെയിനും ഉണ്ട് ചെറുതായിട്ടും കണ്ട്. അപ്പം ഇത് പക്ഷെ കയറൂല്ല. ഞാൻ കയറത്തില്ല, എനിക്ക് പേടിയാ എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിൽ. അപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ കുട്ടിയുടെ അമ്മയോ ഭർത്താവിനെയോ ഒക്കെ ഒന്ന് കയറാൻ അനുവദിച്ചിരുന്നെങ്കിലേ. കാര്യം നമ്മൾ ഈ ഭയങ്കര ടെൻഷനിലിരിക്കുമ്പോൾ ഇപ്പം ഇത് ആകർഷണയുടെ കണ്ട് ശരിക്കും ലക്കിയാണ് കുട്ടി. അപ്പോൾ അതുപോലെയൊക്കെ നമ്മുടെ നമ്മൾ കൊല്ലത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ്. അന്നൊന്നും ഇത് ആരെയും കയറ്റത്തൊന്നുമില്ല. അപ്പം ഈ കുട്ടിയുടെ കരച്ചിലൊക്കെ കാണുമ്പോൾ എനിക്ക് ടെൻഷൻ ആവുക. ഞാനൊരു 5 മാസമായി, കുറച്ച് നാൾ കഴിയുമ്പോൾ എൻ്റെ സ്ഥിതി ഇത് തന്നെ ആയിരിക്കും. പക്ഷെ എനിക്കൊരു ഗുണമുണ്ട്, നോർമൽ അല്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിസേറിയൻ ആകുമ്പോൾ ഒന്നും അറിയത്തില്ലല്ലോ എന്നുള്ളൊരു ധാരണയാണ് എനിക്ക്. എന്നാലും നമുക്ക് ടെൻഷനല്ലേ ഇങ്ങനെയൊക്കെ കാണുമ്പം, ഈ ബഹളങ്ങൾ കാണുമ്പോഴൊക്കെ. അപ്പോൾ സിസ്റ്റേഴ്സിനൊക്കെ ഇത് കണ്ട് മടുത്തിട്ട് അവർക്ക് ഭയങ്കര ദേഷ്യമാണ്. അവർക്ക് ദേഷ്യപ്പെടാം, പക്ഷെ നമുക്ക് നമ്മുടെ ഫസ്റ്റ് അനുഭവമല്ലേ, നമുക്ക് പേടിയാവൂലേ. നമ്മളൊക്കെ എന്താ ചെയ്യുന്നത്? ഈ കുട്ടി ഭയങ്കരമായിട്ട് അലറി വിളിച്ചു, നമ്മൾ ഉള്ളിൽ അതുപോലെ അലറി വിളിച്ചുകൊണ്ടിരിക്കുക, പക്ഷെ പുറമേ ഇങ്ങനെ കൺട്രോൾ ചെയ്ത്. അങ്ങനെ പലർക്ക് പല രീതിയിലല്ലേ നമ്മൾ മാനേജ് ചെയ്യുന്നത് നമ്മുടെ ടെൻഷൻസൊക്കെ. അപ്പം ഇതിന് പറ്റുന്നില്ല, എൻ്റെ കയ്യിൽ നിന്ന് പോയി. അത് ഭയങ്കര ബഹളം. എനിക്കതുപോലെ ഉണ്ട്. നമുക്ക് ആ സമയമൊക്കെ അടുക്കും തോറും രാത്രിയിൽ ഉറക്കത്തിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ എനിക്ക് നോർമൽ ഡെലിവറി ആയിക്കൂടാന്ന് പറഞ്ഞുകൊണ്ട് അത് മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് എപ്പോഴും ഞാൻ രാത്രി സ്വപ്നം കാണുന്നത് എനിക്ക് നോർമൽ ഡെലിവറി ആവുകയാണെന്ന്. അപ്പം ചില സമയത്ത് ഞാൻ ഇങ്ങനെ ബലമൊക്കെ പിടിക്കുമ്പോൾ ചിലപ്പോൾ ഹസ്ബൻഡ് തട്ടി എന്നെ ഉണർത്താറുണ്ട് ഇങ്ങനെ പെട്ടെന്ന് എന്തോ ഞാൻ സൗണ്ടൊക്കെ ഉണ്ടാക്കുമ്പോഴേ. അപ്പം അങ്ങനെ നമുക്ക് ഭയങ്കര പേടിയാണ്. അത് അടുക്കും തോറും നമുക്ക് ഭയങ്കര ടെൻഷൻ. പെൺപിള്ളേർക്ക് എല്ലാവർക്കും അറിയാം, ഭയങ്കര ടെൻഷൻ തന്നെയാണ്. പിന്നെ നമ്മൾ പ്രഗ്നൻ്റ് ആണ്, ഇത് എങ്ങനെയായാലും പുറത്ത് വന്നേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ രണ്ടും കൽപ്പിച്ച് സഹിച്ച് പിടിച്ച് അങ്ങ് കയറുകയാണ്. അല്ലാതെ ആരും ഭയങ്കര ഉല്ലാസത്തോടെ ഇങ്ങനെ എന്നാ ഇനി ഡെലിവറിക്ക് പോകാമെന്ന് പറഞ്ഞല്ല പോണത്. അപ്പം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മുടെ വീട്ടുകാർ, നമ്മുടെ അടുപ്പമുള്ളവർ അടുത്ത് നിൽക്കുന്നത്
ആശ്വാസം തന്നെ. അപ്പോൾ എനിക്ക് ഈ കുട്ടിയുടെയൊക്കെ കാര്യം ഞാൻ ആലോചിക്കുകയായിരുന്നു. അന്ന് എന്തോരം ആ കുട്ടി ഇപ്പം എന്തായോ എന്തോ, അത് എവിടാണോ എന്തോ. ആം, അത് എന്നാ ചിലപ്പോൾ ഇങ്ങനെയുള്ള രണ്ടാമതും പ്രസവമൊക്കെ കഴിഞ്ഞാണോ ആയിരിക്കും. നമ്മളത് മറന്നു പോകുമല്ലോ, ഭയങ്കരമായ വേദനകളൊക്കെ നമ്മൾ മറന്നു പോകുമെന്നാണല്ലോ പറയുന്നത്. അപ്പം പക്ഷേ എനിക്ക് ഭയങ്കര കോംപ്ലിക്കേഷൻ ആയിരുന്നു. സിസേറിയൻ ആയിരുന്നെങ്കിലും കുറേ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഡോക്ടർ ഹസ്ബൻഡിനോട് പറഞ്ഞായിരുന്നു, കുട്ടികൾ ഇനി ഒരു 5 വർഷത്തേക്കെങ്കിലും മിനിമം പാടില്ല, കാര്യം ഈ കണ്ടീഷൻ വീണ്ടും ഒരിക്കൽ വന്ന സ്ഥിതിക്ക് വീണ്ടും വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. വരാതെ ഇരിക്കാം, പക്ഷേ റിസ്ക് ആണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ബ്ലഡും ഒക്കെ തരേണ്ടി വന്നു ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് അപ്പം നമ്മൾ പിന്നെ വേണ്ടാന്ന് വെച്ചു, ഒരു കുട്ടിയോട് കൂടി മതിയാക്കി നമ്മൾ. അപ്പം അതുകൊണ്ട് അത് കഴിഞ്ഞിട്ടും ഞാൻ പറയുകയായിരുന്നു, സിസ്റ്റേഴ്സൊക്കെ ആണെങ്കിലും നമ്മൾ നല്ലപോലെ കാശൊക്കെ അടച്ചിട്ട് തന്നെയാണ് ഈ സ്വകാര്യ ആശുപത്രികളിലൊക്കെ അന്നും സിസേറിയനൊക്കെ നല്ല പൈസയുണ്ട്. പക്ഷെ നമുക്ക് കെയർ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ട്രോമയായിരുന്നു അത്. കാര്യം വെച്ചാൽ നമ്മളെ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിലാണെങ്കിലും സിസേറിയൻ കഴിഞ്ഞിട്ട് കൊണ്ട് കിടത്തുന്ന സമയത്തൊക്കെ ആണെങ്കിൽ പെയിൻ കാരണം നമ്മൾ നിലവിളിക്കും. നല്ല പെയിൻ അല്ലായിരുന്നു, എനിക്ക് നല്ല പെയിനായിരുന്നു. അപ്പം ഞാൻ പെയിൻ കില്ലർ ആ സിസ്റ്റർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ തന്നേ ഉള്ളൂ, ഇപ്പോൾ ഉടനെ തരാൻ പറ്റില്ല, ഭയങ്കര റൂഡായിട്ടുള്ള ബിഹേവിയർ ആയിരുന്നു സിസ്റ്റേഴ്സിൽ. അപ്പം പ്രത്യേകിച്ച് ICU നിൽക്കുന്നവരൊക്കെ കുറച്ച് നമ്മളോടൊരു സോഫ്റ്റായിട്ട് പെരുമാറണം. അങ്ങനെ ക്ഷമയുള്ളവർ ഈ പ്രൊഫഷന് പോകാവുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. അവർക്ക് 100,000 ടെൻഷനും ഫ്രസ്ട്രേഷൻസും ഒക്കെ കാണും. പക്ഷെ എന്നാൽ രോഗികളല്ലേ കിടക്കുന്ന എല്ലാവരും, വേറൊരു ഇതുപോലെ അല്ലല്ലോ, വേറൊരു സ്ഥലമല്ല, ഹോസ്പിറ്റൽ പോലെ ഇത്രയും ടെൻഷനും പിടിച്ച് ആൾക്കാർ വന്ന് കിടക്കുന്ന ഒരു സ്ഥലത്ത് കുറച്ച് ക്ഷമയുള്ളവർ വേണം അവരെ പരിചരിക്കാനായിട്ട്. ഡോക്ടർ ഭയങ്കര നല്ലതായിരുന്നു, പക്ഷെ ഡോക്ടർ പിന്നെ അങ്ങ് പോകുമല്ലോ, ബാക്കിയെല്ലാം സിസ്റ്റേഴ്സ് അല്ലേ നോക്കട്ടെ. അപ്പോൾ അവിടെ കിടക്കുമ്പോൾ നമ്മൾ ഈ സിസേറിയൻ കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ എണീപ്പിച്ച് നടത്തിയൊക്കെ ചെയ്യൂല, ഈ സ്റ്റിച്ചും വെച്ചുകൊണ്ട് നടക്കണം. അത് പറയുന്നുണ്ട് ഡോക്ടർ, നടന്നേ പറ്റും, നമ്മൾ ട്രൈ ചെയ്യും. പക്ഷെ സിസ്റ്റേഴ്സൊക്കെ പറയുന്നത് നമ്മൾ അപ്പോൾ ഓടണം, അതേപോലെയാണ് എണീറ്റ് എന്താ നടന്നാലും എന്നുള്ള രീതിയിലാണ്. നമ്മൾ വേദന സഹിച്ചു, നമ്മൾ കൈ ഇങ്ങനെ താങ്ങി പതുക്കെ നടന്നു വരുമ്പോഴൊക്കെ അവർക്ക് നടന്നു എന്നുള്ള ഒരു അത് ഒരു എന്താ പറയുന്നത്, നമുക്കപ്പം വിചാരിക്കും ദേഷ്യവും വരും. അപ്പോൾ എന്താ വെച്ചാൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിൽ നമ്മളെ റൂമിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് യൂറിൻ ട്യൂബ് ഇട്ടത് മാറ്റിയിട്ട് യൂറിൻ നോർമലി പോകണം. അപ്പം അങ്ങനെ പോകാൻ അപ്പോൾ നമ്മൾ വിചാരിക്കും എങ്ങനെയെങ്കിലും ഒന്ന് യൂറിൻ പോയിരുന്നെങ്കിൽ അങ്ങ് പോയി റൂമിലൊക്കെ പോയിട്ട് അവരെയൊക്കെ കാണാമായിരുന്നല്ലോ എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ ആൾക്കാരൊന്നും നമുക്കൊരു സമാധാനം ഉണ്ടല്ലോ എന്ന് വിചാരിക്കുക. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു നല്ല കാര്യമായിരുന്നു. അപ്പം ഈ ഹോസ്പിറ്റലിലുള്ള ഈ ആൾക്കാരുടെ ബിഹേവിയറും കൂടെ കുറച്ച് മാറാനുണ്ട്. എൻ്റെ അനുഭവം, എൻ്റെ അമ്മയുടെ വേറൊരു അനുഭവം ഉണ്ടായത്, അമ്മയ്ക്കൊരുക്കെ ഇതുപോലെ ഹാർട്ടിനൊരു പ്രശ്നം വന്നപ്പം, ഹാർട്ടിന് പ്രശ്നമൊന്നുമില്ല അമ്മയ്ക്കൊരു നെഞ്ചിരിപ്പ് കൂടിയിട്ട് ഒരു ദിവസം ഞങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ നല്ല കാർഡിയോളജിസ്റ്റ്, അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു ECG എടുത്തിട്ട് വരാൻ. ECG എടുക്കാനായിട്ട് നമ്മൾ കയറുമ്പോൾ ECG ടെക്നീഷ്യൻ ഒരു ലേഡി, അവർ അമ്മേനെ എന്തൊക്കെയൊക്കെയോ ഷൗട്ട് ചെയ്തു. അമ്മ ഓട് നമുക്കറിയാമോ ECG എടുക്കുമ്പം എത്ര വരെ ഡ്രസ്സ് മാറ്റണം, എങ്ങനെ ഇതൊക്കെ ഒന്നും അറിയില്ല. നമ്മളവരെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴത്തേക്ക് അമ്മ ഏതാണ്ടൊക്കെ കുറേ ഇങ്ങൊന്ന് പറഞ്ഞു, ഒന്നും ചെയ്തില്ലേന്നോ അതോ ഇങ്ങനെയാണോ ചെയ്യുന്നത്, അങ്ങനെ കുറേ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തിട്ട് അമ്മ അങ്ങ് വരണ്ടു പോയി. അപ്പോൾ ECG എടുത്തപ്പോൾ അതിൽ വേരിയേഷനും. അമ്മ ഇത് വെളിയിൽ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം. അമ്മയ്ക്ക് നോർമലായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും ദേഷ്യം വരുമല്ലോ. ECGയിൽ വേരിയേഷനും കാണിച്ച് ഡോക്ടർ ആൻജിയോ ചെയ്യണം എന്നും പറഞ്ഞു, ചെയ്ത് നോക്കണം ബ്ലോക്ക് ഉണ്ടോ എന്ന് അറിയാനായിട്ട്. അപ്പം ഞാൻ എൻ്റെ കൺട്രോൾ പോയി. ഞാൻ അപ്പം തന്നെ ഇവിടുത്തെ മാനേജ്മെൻറ്റിനെ വിളിച്ച് മാനേജ്മെൻറ്റിൽ അറിയിച്ച് എനിക്കിപ്പോൾ തന്നെ ഇവിടുത്തെ ആൾക്കാരെ കണ്ട് മീറ്റ് ചെയ്ത് സംഭവം പറയണം, ഇവർക്കെതിരെ ആക്ഷൻ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. അങ്ങനെ അപ്പം തന്നെ അവർ നല്ല കാര്യം ചെയ്തു. അവർ മീറ്റിംഗ് ഒക്കെ കൂടി. അപ്പോൾ അതിൽ തന്നെ ഒരു സ്റ്റാഫ് പറയുന്നുണ്ടായിരുന്നു ഈ ലേഡീനെ കുറിച്ച് വേറെയും കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പം ഇവർ അത്ര റൂഡ് ബിഹേവിയറാണ്. ECG ഒക്കെ എടുക്കാൻ വരുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും, അവരുടെ ബന്ധുക്കളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും. നമ്മൾ ചെല്ലുന്നത് വെച്ചാൽ അമ്മയ്ക്കിനി എന്തുവാ, അതിനി ഹാർട്ടിന് പ്രശ്നമുണ്ടോ, എന്തോ ചെയ്യണം, അങ്ങനെയാണ് നമ്മൾ വരുന്നത്. അപ്പം ആ രോഗിനെ ഒന്ന് ആലോചിച്ച് നോക്കി, അവരെന്തോരം ടെൻഷനിലായിരിക്കും. ആ ECG എടുക്കാൻ വരുന്നവർ ഒരു കുഴപ്പമില്ലമ്മ ഇതൊക്കെ ഉള്ള എന്നൊക്കെ പറഞ്ഞ് ഒന്ന് സമാധാനിപ്പിക്കുമ്പോൾ തന്നെ ഇവൻ ECG ടെക്നീഷ്യൻ പറയുമ്പോൾ തന്നെ നമുക്കൊരു ആശ്വാസം. കാരണം ഇത് നമ്മളെ പേടിപ്പിച്ച് ECG എടുക്കുന്നു. അപ്പം ഹോസ്പിറ്റലിൽ വരുന്നത് ആരും ഉല്ലാസയാത്ര പോകാനല്ല, നമ്മൾ അത്രയും ടെൻഷനിൽ പ്രഷറിൽ എന്താണ് ഡയഗ്നോസ് ചെയ്യണം, പിന്നെ അത്രയും അല്ലെങ്കിൽ സിവിയർ പെയിനായിട്ട് ആക്സിഡൻ്റായിട്ട് ഇങ്ങനെയൊക്കെ എത്തുന്നവരോട് ഈ രീതിയിലുള്ള പെരുമാറ്റമൊന്നും ശരി. എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ഉണ്ട് കുറേ പേരെങ്കിലും ഇതുപോലെ തന്നെയുണ്ട്. ഭയങ്കര പാടാണ് അവർക്ക്. അതുകൊണ്ട് എനിക്ക് ഈ ഒരു കാര്യം കൂടെ ഇതിനൊന്ന് പറയണമെന്നുണ്ടായിരുന്നു. ഇത് ദിയ കൃഷ്ണയുടെ പ്രസവം നന്നായി വീട്ടുകാരും ഹസ്ബൻഡും ഒക്കെ ചേർന്ന് കൂടെ നിന്ന്
ചെയ്ത ഡെലിവറി വളരെ നന്നായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അങ്ങോട്ടും ഇത് തന്നെ എല്ലാവരും പ്രിഫർ ചെയ്യണം. ഇത്രയും പേരെ കയറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, ഹസ്ബൻഡും അമ്മയായാലും മതി. അല്ലെങ്കിൽ ഹസ്ബൻഡ് മാത്രമാണെങ്കിൽ അങ്ങനെ. ചിലർക്ക് ഹസ്ബൻഡിനോടായിരിക്കും കൂടുതൽ അറ്റാച്ച്മെൻറ്റ്, അല്ലെങ്കിൽ ഹസ്ബൻഡ് നിൽക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടെ ഒരു ആശ്വാസം. ചിലർക്ക് അമ്മമാർ നിന്നാലായിരിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ. അപ്പോൾ ശരി, എന്നാൽ പിന്നെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പിന്നെ എൻ്റെ വീഡിയോസ് ഞാൻ ഇതുവരെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും പറഞ്ഞിട്ടില്ല. വേറൊന്നും കൊണ്ടല്ല, ഇഷ്ടപ്പെട്ടാലല്ലേ ചെയ്യുള്ളൂ. എന്നാലും ഇപ്പം ഞാൻ വിചാരിക്കുന്നു എല്ലാവരും പറയുന്നുണ്ട്, അതുകൊണ്ട് ഞാനും പറയാം കേട്ടോ. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എൻ്റെ വീഡിയോസ്. അപ്പോൾ ശരി, വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.